നമ്മളുടെ ആരോഗ്യം എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും? അപ്പോൾ നമുക്ക് അതിനായിട്ട് ബോഡി സ്കാനിംഗ് എന്നുള്ള ഒരു മെഷീൻ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അതിലൂടെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ആ ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ബോഡി സ്കാനിങ് ഒരു മനുഷ്യ ശരീരത്തിൽ ഇത്രയും കാര്യങ്ങൾ ശരിയായ രീതിയിലാണെങ്കിൽ ആ ശരീരം പൂർണ്ണ ആരോഗ്യമുള്ളതായിരിക്കും. വെയിറ്റ്, BMI, ബോഡി ഫാറ്റ്, ബോഡി ടൈപ്പ്, ഫാറ്റ് ഫ്രീ ബോഡി വെയിറ്റ്, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഫാറ്റ്, സ്കെൽറ്റൽ മസിൽ, മസിൽ മാസ്, ബോഡി വാട്ടർ, ബോൺ മാസ്, പ്രോട്ടീൻ, BMR. ഈ ഇത്രയും പോയിന്റുകളെ കുറിച്ച് ആണ് നമ്മൾ ഇന്ന് ഒന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഇതാണ് നമ്മളുടെ ചാർട്ട്. ഈ ചാർട്ടിനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. ഇതിനകത്ത് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഈ ചാർട്ടിൽ ഉള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളുടെ ഇനി ക്ലാസ് പോകുന്നത്. ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ, നമ്മുടെ ഫാമിലിയിൽ തന്നെ നമുക്ക് സ്വയം ബോഡി സ്കാനർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ശരീരം ഒന്ന് പരിശോധന നടത്താൻ പറ്റും. ഒരു മനുഷ്യന്റെ ശരിയായ വെയിറ്റ്, ഭാരം എത്ര വേണം? അതിനെ പറയുന്ന പേരാണ് BMI, ബോഡി മാസ് ഇൻഡെക്സ്. ബോഡി മാസ് ഇൻഡെക്സ് പുരുഷന്മാർക്ക് ഹൈറ്റ് 100 സെന്റിമീറ്റർ, സ്ത്രീകൾക്ക് ഹൈറ്റ് 105 സെന്റിമീറ്റർ. ഉദാഹരണം, ഒരു ഹൈറ്റ് 170 സെന്റിമീറ്റർ ആണെങ്കിൽ പുരുഷന് 70 കിലോ വെയിറ്റ് ഉണ്ടാവും. അതായത് ആ 170 100 കുറച്ച് ചെയ്യുമ്പോൾ 70 കിലോ. സ്ത്രീക്കാണെന്നുണ്ടെങ്കിൽ 105 ഹൈറ്റ് ഉണ്ടെങ്കിൽ ഒരു വെയിറ്റ് ഹൈറ്റ് 170 സെന്റിമീറ്ററിൽ നിന്ന് 105 കുറച്ച് കഴിഞ്ഞാൽ 65 കിലോ ഉണ്ടാവും. ഓക്കെ, അതാണ് BMI എന്ന് പറയുന്നത് കേട്ടോ. ബോഡി മാസ് ഇൻഡെക്സ് ശരിയായ വെയിറ്റ് നല്ല ആരോഗ്യം നൽകുന്ന സുന്ദരമാക്കുന്നു. BMI എന്താണ്? ബോഡി മാസ് ഇൻഡെക്സ് നമ്മൾ പറഞ്ഞു. BMI കണക്കാക്കുന്ന വിധം പറഞ്ഞു. ഭാരം 70 കിലോ. ഉദാഹരണം, ഇപ്പോൾ BMI വെയിറ്റ് കിലോ വെയിറ്റിനെ നമ്മൾ ഹൈറ്റ് സ്ക്വയേർഡ് മീറ്റർ അളവിൽ വെച്ചിട്ട്, ഹൈറ്റ് സ്ക്വയേർഡ് 1 മീറ്റർ ഇത്ര സെന്റിമീറ്റർ ആണെങ്കിൽ അതിനെ സ്ക്വയേർഡ് വെച്ചിട്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തൂക്കം കൃത്യമായിട്ട് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ BMI വെയിറ്റ് ഭാഗം, അതായത് ആ ഒരു വരയിട്ടിട്ട് ഹൈറ്റ് സ്ക്വയേർഡ് മീറ്റർ എന്നുള്ള ഇതാണ്. അത് വെച്ച് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെയിറ്റ് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഈ നമ്മുടെ ബോഡി സ്കാനർ ഇല്ലാതെ തന്നെ കാൽക്കുലേഷനിലൂടെ നമ്മുടെ വെയിറ്റ് നമുക്ക് അറിയാൻ പറ്റും. അതാണ് BMI. ബോഡി ഫാറ്റ് എന്താണ്? ബോഡി ഫാറ്റ് എന്ന് പറയുന്നത് ശരീരത്തിന് ആവശ്യമായ, അതായത് ആവശ്യമായ ഊർജം സംഭരിക്കാനും ശരീരത്തെ സംരക്ഷിക്കാനും ഹോർമോൺ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ബോഡി ഫാറ്റ്. ബോഡി ഫാറ്റ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന കൊഴുപ്പിനെയാണ് ബോഡി ഫാറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ശരീരത്തിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന കൊഴുപ്പിനെയാണ് ബോഡി ഫാറ്റ് എന്ന് പറയുന്നത്. അത് എന്തൊക്കെ ശരീരത്തിന് ഗുണം ചെയ്യും? ശരീരത്തിന് ഊർജം നൽകും, ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കും, ഉള്ളിലുള്ള അവയവങ്ങളെ സംരക്ഷിക്കും, ഹോർമോൺ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കും. പുരുഷന്മാർക്ക് എത്ര വേണം? 10% തൊട്ട് 20% വരെ ബോഡി ഫാറ്റ് വേണം കേട്ടോ. 10% തൊട്ട് 20% വരെ ബോഡി ഫാറ്റ് വേണം. സ്ത്രീകൾക്ക് 18% തൊട്ട് 28% വരെ വേണം. ബോഡി ഫാറ്റ് ഒന്നും കൂടുതലാവരുത് കേട്ടോ. ഇപ്പൊ ബോഡി ഫാറ്റ് കൂടുതലായി കഴിഞ്ഞാൽ വയറൊക്കെ കൂടും, അമിതവണ്ണം വരും, ഷുഗർ, BP, ഹൃദയരോഗങ്ങൾ എന്നിങ്ങനെയൊക്കെ വരും. ബോഡി ഫാറ്റ് വളരെ കുറവായാൽ ക്ഷീണം, ബലക്കുറവ്, ഹോർമോൺ പ്രശ്നങ്ങൾ, പ്രതിരോധ ശേഷിയൊക്കെ കുറയും. ഓക്കെ, എന്താണ് ബോഡി ടൈപ്പ്? ഇത് ഈ 3 രീതിയിലുള്ള ശരീരപ്രകൃതിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ബോഡി
ടൈപ്പ് എന്ന് പറയുന്നത് കേട്ടാ. അപ്പൊ നമ്മൾ ഈ ആ ചാർട്ട് ലിസ്റ്റിൽ കാണാം ഒരു ബോഡി ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ നടുക്ക് നിൽക്കുന്ന ആളുടെ ബോഡിയാണ് ശരിയായ ബോഡി കേട്ടാ. ബോഡി ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്നത് ഏതൊരാളുടെ ശരീരഘടനയും കൊഴുപ്പ് മസിൽ വിതരണം എങ്ങനെയാണെന്ന് സൂചിപ്പിക്കുന്ന രീതിയാണ്. ഇതാണ് ബോഡി ടൈപ്പ്. അപ്പൊ നമ്മൾ ആ സ്കാനറിൽ നമ്മൾ ബ്ലൂടൂത്ത് വഴി വരുമ്പോൾ ഇതുപോലെ ഒരു റെഡിലൊക്കെ പടം വരുന്നതാണ് ഈ തടി കൂടിയ ആൾക്കാരുടെ ഇത് കേട്ടാ. ബോഡി ടൈപ്പ് നടുക്ക് നിൽക്കുന്ന ആളുടെ രീതിയിൽ വരണം. ഓക്കെ. ഫാറ്റ് ഫ്രീ ബോഡി വെയിറ്റ് എന്താണെന്ന് നോക്കാം. ശരീരത്തിലെ കൊഴുപ്പ് ഒഴികെയുള്ള മുഴുവൻ ഭാരത്തെയും ഫാറ്റ് ഫ്രീ ബോഡി വെയിറ്റ് എന്ന് പറയും. കൊഴുപ്പിന്റെ തൂക്കം നോക്കാതെ ബാക്കിയുള്ള വെയിറ്റിനെയാണ് ഫാറ്റ് ഫ്രീ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് കേട്ടാ. ഉദാഹരണം, ഒരു വ്യക്തിയുടെ ഭാരം 70 കിലോ ആണെന്ന് കരുതുക. അതിൽ 20 കിലോ കൊഴുപ്പാണെങ്കിൽ 70 കിലോയിൽ നിന്ന് 20 കിലോ കുറച്ച് കഴിയുമ്പോൾ 50 കിലോ വരും. അതിനാണ് ഫാറ്റ് ഫ്രീ ബോഡി വെയിറ്റ്. അതായത് ഫാറ്റ് ഒഴികെയുള്ള വെയിറ്റ്, അതാണ് ഫാറ്റ് ഫ്രീ ബോഡി വെയിറ്റ്. ഇതിന്റെ പ്രാധാന്യം ശരീരത്തിന്റെ യഥാർത്ഥ മസിൽ നില അറിയാം, ഫിറ്റ്നസ് അറിയാൻ പറ്റും, വെയിറ്റ് ലോസ് ശരിയായ രീതിയിലാണോ എന്ന് അറിയാൻ പറ്റും, പ്രോട്ടീൻ്റെ ആവശ്യം കണക്കാക്കാനായിട്ട് സഹായിക്കും കേട്ടാ. മസിലുകൾ, അസ്ഥികൾ, അവയവങ്ങൾ, ശരീരത്തിലെ വെള്ളം, ഇതാണ് ഫാറ്റ് ഫ്രീ ബോഡി വെയിറ്റ്. ഇവയുടെ ആകെ ഭാരം, മസിലുകൾ, അസ്ഥികൾ, അവയവങ്ങൾ, ശരീരത്തിലെ വെള്ളം, ഇവയുടെ ആകെ വെയിറ്റിന് പറയുന്നതാണ് ഫാറ്റ് ഫ്രീ ബോഡി വെയിറ്റ്. അതിനകത്ത് ഫാറ്റിൻ്റെ വെയിറ്റ് ഉണ്ടാവില്ല. ഓക്കെ. സബ്സ്ക്യൂട്ടേനിയസ് ഫാറ്റ്. സബ്സ്ക്യൂട്ടേനിയസ് ഫാറ്റ് തൊലിയുടെ താഴെ സംഭരിക്കപ്പെട്ടിരിക്കുന്ന കൊഴുപ്പിന് പറയുന്ന പേരാണ് കേട്ടാ. തൊലിയുടെ താഴെ, നമ്മൾ സ്കിന്നിൻ്റെ ഒക്കെ താഴെ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടാ. അത് ശരീരത്തിലെ കൈ കൊണ്ട് പിടിക്കാനോ അമർത്താനോ കഴിയുന്ന കൊഴുപ്പാണ്. ഇത് വയറിൻ്റെ പുറം ഭാഗം, കൈകൾ, തുടകൾ, അരക്കെട്ട്, ചുണ്ടുകളിലൊക്കെ ഈ ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. സബ്സ്ക്യൂട്ടേനിയസ് ഫാറ്റ് ശരീരത്തെ തണുപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നത്, ഊർജം സംഭരിക്കുന്നു. ശരീര അവയവങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും മുറിവൊക്കെ പറ്റി കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് നമ്മുടെ സബ്സ്ക്യൂട്ടേനിയസ് ഫാറ്റിലാണ് അത് ആദ്യം ചെന്ന് വീഴുന്നത്. ഹോർമോൺ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നു. ഓക്കെ. സബ്സ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. സബ്സ്ക്യൂട്ടേനിയസ് ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന വഴികൾ. നിയന്ത്രണം, അമിതമായിട്ട് അതിൻ്റെ സബ്സ്ക്യൂട്ടേനിയസ് ഫാറ്റ് കൂടിക്കഴിഞ്ഞാൽ വയറൊക്കെ ഇങ്ങനെ ചാടി കിടക്കും, കൈയൊക്കെ ഇങ്ങനെ ചിത്രചാടി പോലത്തെ കൈകളൊക്കെ ആയിരിക്കും. അപ്പം അതിനെ കുറയ്ക്കാനായിട്ടുള്ള എളുപ്പവഴി നിയന്ത്രിത ഭക്ഷണം. കണ്ട, ഒന്നാമത്തെ പോയിന്റ് നിയന്ത്രിത ഭക്ഷണം. സ്ഥിരമായ വ്യായാമം. ഇപ്പം നമ്മുടെ ഈ നല്ലോണം ഈ ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്നവരൊക്കെയാണെങ്കിൽ നല്ലതായിരിക്കും. നല്ലോണം നടക്കുക, മതിയായ വെള്ളം കുടിക്കുക, അതുപോലെ കൃത്യ ടൈമിന് ഉറങ്ങണം കേട്ടോ. ശരിയായ ഉറക്കമൊക്കെ കിട്ടും. ഇങ്ങനെയില്ലാത്തവരുടെ സബ്സ്ക്യൂട്ടേനിയസ് ഫാറ്റ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ. വിസറൽ ഫാറ്റ് ഏറ്റവും അപകടം പിടിച്ച സാധനമുണ്ട്. വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് ഉടലിൻ്റെ ഉള്ളിലെ അവയവങ്ങൾക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെയാണ് ഇത് പറയുന്നത്. ഹൃദയം, കരള്, വയറ്, ആന്ത്രങ്ങൾ ഇവയുടെ ചുറ്റുമാണ് ഇത് സംഭരിക്കപ്പെടുന്നത്. വിസറൽ ഫാറ്റ് അവയവങ്ങൾക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന കൊഴുപ്പാണ്. സബ്സ്ക്യൂട്ടേനിയസ് ഫാറ്റ് തൊലിക്ക് താഴെ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പാണ്. സാധാരണ തൊലിക്ക് താഴെയുള്ള കൊഴുപ്പ് പോലെയല്ല വിസറൽ ഫാറ്റ് കൂടുതലാണ് ആരോഗ്യത്തിന് അപകടകരമാണ്.
വിസറൽ ഫാറ്റ് കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ട ന്യൂട്രീഷൻ ഫുഡ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രീഷൻ കൗൺസിലറിനെയൊക്കെ കണ്ട് അത് റെക്കമെൻഡ് ചെയ്യാം കേട്ടോ. അതെന്തൊക്കെയാണെന്നുള്ളത് ന്യൂട്രീഷൻ കൗൺസിലർമാർക്ക് അറിയാം. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ എന്താണ് വിസറൽ ഫാറ്റ് എന്നുള്ളത് കേട്ടോ. അപ്പൊ ഹൃദയത്തിലൊക്കെയാണ് ഇത് കയറി പിടിക്കുന്നത്. ഹൃദയം, കരള്, വയറ്, ആന്ത്രങ്ങള് എന്നീ സ്ഥലങ്ങളിലേക്കാണ് ഇത് കയറി പിടിക്കുന്നത്. അവിടേക്ക് എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കയ്യ് ഹാൻഡ് വാഷ് ഒക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കും. പക്ഷെ ഈ ഉള്ളിലുള്ള അവയവങ്ങളെ ആരും വൃത്തിയാകില്ല. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ഫാറ്റാണ് ഇവിടേക്ക് അടിഞ്ഞുകൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, വിസറൽ ഫാറ്റ് കൂടുതൽ ആയാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ: ഹൃദയരോഗങ്ങൾ, BP വർദ്ധിക്കല്, പ്രമേഹം, കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ, വയറ് ചാടല്, ഫാറ്റി ലിവർ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വിസറൽ ഫാറ്റ് കൂടുതലായി കഴിഞ്ഞാൽ ഉണ്ടാവും. വിസറൽ ഫാറ്റിന്റെ ലെവല് 2-ൽ കൂടുതൽ വരാൻ പാടില്ല. 2 അതിൽ താഴെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. കൂടുതലായാൽ ശ്രദ്ധ വേണം, ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടും കേട്ടോ. അപ്പൊ ഈ ഇത്രയും അസുഖങ്ങൾ വിസറൽ ഫാറ്റ് കൂടിക്കഴിഞ്ഞാൽ വരും. വിസറൽ ഫാറ്റ് കുറയ്ക്കാനായിട്ട് വിസറൽ ഫാറ്റ് കൂടുതലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വന്തമായിട്ടൊരു എന്താ പറയുക ബോഡി സ്കാനർ മേടിച്ചിട്ട് വീട്ടിൽ പരിശോധിച്ചിട്ട് അത് കൂടുതലുണ്ടെങ്കിൽ, വിസറൽ ഫാറ്റ് കൂടുതലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ന്യൂട്രീഷൻ കൗൺസിലറെ കാണുക. കണ്ട് അതിനുള്ള പരിഹാരം കാണുക. അപ്പൊ സാധാരണ നല്ല വിസറൽ ഫാറ്റ് ലെവല് 2, അതിലും മുകളിലേക്ക് വരാതെ ശ്രദ്ധിക്കുക. പിന്നെ അതിന് താഴേക്ക് വന്നാലും കുഴപ്പമില്ല, നല്ലതാണ്. കൂടുതലായാൽ ശ്രദ്ധ വേണം. വിസറൽ ഫാറ്റ് കുറയ്ക്കുന്ന വഴികൾ: വിസറൽ ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന വഴികൾ: ആരോഗ്യമുള്ള ജീവിതത്തിലേക്ക് ഒരു ചുവട് നല്ല നിയന്ത്രിത ഭക്ഷണം കഴിക്കണം കേട്ടോ. കുറയ്ക്കാൻ സഹായിക്കുന്ന വഴികൾ: നിയന്ത്രിത ഭക്ഷണം കഴിക്കണം, ദിവസവും നടക്കണം, പിന്നെ ഓടണം, നല്ലോണം ഓടണം, പിന്നെ വേണമെങ്കിൽ ജിമ്മിലൊക്കെ പോകാം, പിന്നെ മതിയായ വെള്ളം കുടിക്കണം, നല്ല ഉറക്കം കിട്ടണം. ഈ ഹോട്ടലുകളിൽ നിന്നുള്ള ഫുഡുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാക്സിമം ഒഴിവാക്കുക കേട്ടോ. മാക്സിമം ഒഴിവാക്കുക. അത് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ കഴിക്കുക, അല്ലെങ്കിൽ നമ്മുടെ PVMF കൃത്യമായിട്ട് കഴിക്കണം. എന്തൊക്കെ ഭക്ഷണം കഴിച്ചാലും ദിവസവും നടക്കുകയും വേണം, എക്സർസൈസ് ചെയ്യണം. ജിമ്മിൽ പോകാൻ വേണ്ടി പോയിക്കൊള്ളാം. ഈ നടക്കാനുള്ള എളുപ്പ വഴിയൊക്കെ ഉണ്ട്. നിങ്ങൾ ആരാധനാലയങ്ങളിൽ പോകണ്ടെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും കുറേ അങ്ങോട്ട് പ്രദക്ഷിണം വയ്ക്കും, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ പാർക്കിലൊക്കെ കുറേ നടക്കുക, സൈക്കിൾ ഉണ്ടെങ്കിൽ സൈക്കിളൊക്കെ എടുത്ത് ചവിട്ടുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ വിസറൽ ഫാറ്റ് കുറയ്ക്കാനുള്ള ഒരു വഴിയുണ്ട് കിട്ടും. ഓക്കെ, സ്കെൽറ്റൽ മസിൽ എന്ന് പറഞ്ഞാൽ അസ്ഥികളോട് ചേർന്നിരിക്കുന്ന മസിലുകളെയാണ് സ്കെൽറ്റൽ മസിൽ എന്ന് പറയുന്നത്. അസ്ഥികളോട് ചേർന്നിരിക്കുന്ന മസിലുകൾ കേട്ടോ. ആ സ്കെൽറ്റൽ മസിൽ എന്തൊക്കെ പ്രവർത്തനം ചെയ്യും? ചലനം നൽകുന്നത്: നടക്കാൻ, ഓടാൻ, ഭാരമുയർത്താൻ, ഇരിക്കാൻ, നിൽക്കാൻ സഹായിക്കുന്നു കേട്ടോ. ശരീരചലനം നിയന്ത്രിക്കുന്നു, ശരീരത്തിന് ശക്തിയും സ്ഥിരതയും നൽകുന്നു, കലോറി ചെലവാക്കാൻ സഹായിക്കുന്നു, ശരീരത്തിന്റെ രൂപഭംഗി നിലനിർത്തുന്നു, മെറ്റാബോളിസം മെച്ചപ്പെടുത്തുന്നു കേട്ടോ. ശക്തമായ മസിലുകൾ ആരോഗ്യമുള്ള ജീവിതത്തിന്. ആ പടം തന്നെ കാണുമ്പോൾ എന്ത് ഭംഗി അല്ലേ, സ്കെൽറ്റൽ മസിൽ. ഇതെല്ലാം നമ്മളുടെ ആ ചാർട്ടിലുള്ളതാണ്, നമ്മളുടെ ബോഡി സ്കാനറിന്റെ ചാർട്ടിലുള്ളതാണ്. അപ്പൊ ഇത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് എളുപ്പമായിരിക്കും. സ്കെൽറ്റൽ മസിൽ എന്താണ്? അസ്ഥികളോട് ചേർന്നിരിക്കുന്ന മസിലുകളെയാണ് സ്കെൽറ്റൽ മസിൽ എന്ന് പറയുന്നത്. സ്കെൽറ്റൽ മസിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വഴികൾ: സ്കെൽറ്റൽ മസിൽ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ
നല്ല ഭംഗിയായിരിക്കും ശരീരമൊക്കെ കാണാൻ. അപ്പൊ മതിയായ പ്രോട്ടീൻ ഭക്ഷണം കേട്ടോ. മതിയായ പ്രോട്ടീൻ ഭക്ഷണം എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ നിരന്തരം ഡോക്ടർ രാജൻ സാറിൻ്റെയും സുരേഷ് സാറിൻ്റെയൊക്കെ ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മാഡത്തിൻ്റെയൊക്കെ ക്ലാസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഗുഡ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിച്ചാൽ തന്നെ പ്രോട്ടീനൊക്കെ ധാരാളം കിട്ടും. മതിയായ പ്രോട്ടീൻ ഭക്ഷണം, നല്ല ബോഡി, ജിമ്മിലൊക്കെ പോയിട്ട് നല്ല എക്സർസൈസ് ഒക്കെ ചെയ്യുക, നല്ല ഉറക്കം, അത് നിർബന്ധമുള്ള കാര്യമാണ്. അത് കൃത്യമായ സമയത്ത് തന്നെ കിടന്ന് ഉറങ്ങണം കേട്ടോ. മതിയായ വെള്ളം, സ്ഥിരമായ വ്യായാമം, ബാലൻസ്ഡ് ഡയറ്റ് കേട്ടോ. സ്കെൽറ്റൽ മസിൽ കുറയാനുള്ള കാരണങ്ങളോ വ്യായാമക്കുറവ്. വ്യായാമക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇതും കുഴപ്പമാണ്. പ്രോട്ടീൻ കുറവ്, പ്രായം കൂടുന്നത്, ഉറക്കക്കുറവ്, അസുഖങ്ങൾ, പോഷകക്കുറവ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്കെൽറ്റൽ മസിൽ കുറയും. സ്കെൽറ്റൽ മസിലാണ് ഒരു ശരീരത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്കെൽറ്റൽ മസിൽ എത്ര വേണം? സ്കെൽറ്റൽ മസിൽ പുരുഷന്മാർക്കാണെങ്കിൽ 40% തൊട്ട് 50% വരെ വേണം. പുരുഷന്മാർക്കാണെങ്കിൽ 40% തൊട്ട് 50% വരെ വേണം. സ്ത്രീകൾക്കാണെങ്കിൽ ശരീരഭാരത്തിന്റെ ഏകദേശം 30% തൊട്ട് 40% വരെ വേണം. ഇത് നോട്ട് ചെയ്തോളൂ. 40% തൊട്ട് 50% പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക് 30% തൊട്ട് 40% വരെ. ഓക്കെ. എന്താണ് മസിൽ മാസ്? മസിൽ മാസ് എന്ന് പറയുന്നത് ശരീരത്തിലുള്ള മുഴുവൻ മസിലുകളുടെ ആകെ അളവിനെയാണ് മസിൽ മാസ് എന്ന് പറയുന്നത്. സാധാരണ ബോഡി സ്കാൻ റിപ്പോർട്ടുകളിൽ മസിൽ മാസ് എന്ന ശരീരത്തിലെ മസിലുകളുടെ ഭാരം എത്രയെന്ന് കാണിക്കുന്ന അളവാണ്. മസിൽ മാസ് നല്ല നിലയിലുണ്ടെങ്കിൽ ശരീര ശക്തി വർദ്ധിക്കും, മെറ്റാബോളിസം മെച്ചപ്പെടും, ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കും, ശരീര ആകൃതി നല്ലതാകും, സ്റ്റാമിനയും ഊർജവും വർദ്ധിക്കും. ഇതിൽ ഉൾപ്പെടുന്ന കൈകാൽ ശരീര ചലനങ്ങൾക്ക് സഹായിക്കുന്ന മസിലുകൾ, അവയവങ്ങളിലെ മസിലുകൾ, ഹൃദയത്തിന്റെ മസിലുകൾ, ഇതൊക്കെയാണ് ഈ മസിൽ മാസ് എന്ന് പറയുന്നത് കേട്ടോ. കൈകാലുകളുടെ ശരീര ചലനങ്ങൾക്ക് സഹായിക്കുന്ന മസിലുകൾ, അവയവങ്ങളുടെ മസിലുകൾ, ഹൃദയത്തിന്റെ പ്രവർത്തിക്കാനുള്ള മസിലുകൾ കേട്ടോ. ഓക്കെ. മസിൽ മാസ് എത്ര വേണം? പുരുഷന്മാർക്ക് 40% തൊട്ട് 50% വരെ. സ്ത്രീകൾക്ക് ശരീരഭാരത്തിന്റെ ഏകദേശം 30% തൊട്ട് 40% വരെ. ഇപ്പൊ 70 കിലോ ഭാരമുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പുരുഷനില് ഏകദേശം 28-35 കിലോ മസിൽ മാസ് വേണം ഏകദേശം കേട്ടോ. മസിൽ മാസ് വളരെ കുറവായാൽ ബലക്കുറവുണ്ടാവും, ഫാറ്റ് കൂടും, ക്ഷീണം വരും, മെറ്റാബോളിസം കുറയും. അപ്പൊ ശരിയായ ഭക്ഷണവും വ്യായാമവും വഴി മസിൽ മാസ് ആരോഗ്യമായി നിലനിർത്താം. അതിന് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കണം, നല്ലോണം എക്സർസൈസ് ചെയ്യണം, നല്ല ഉറക്കം, മതിയായ വെള്ളം. ഓക്കെ. ബോഡി വാട്ടർ. ശരീരത്തിലെ മൊത്തം വെള്ളത്തിന്റെ അളവിനെയാണ് ബോഡി വാട്ടർ എന്ന് പറയുന്നത്. ഇത് ശരീരത്തിന്റെ ശരീരഭാരത്തിന്റെ വലിയൊരു ഭാഗമാണ്. ശരീരത്തിന്റെ വെള്ളം പ്രധാനമായി കാണുന്നത് എവിടെയൊക്കെയാണ്? ശരീരത്തിലുള്ള വെള്ളം എവിടെയൊക്കെ കാണും? രക്തത്തിൽ കാണും, കോശങ്ങൾക്ക് ഉള്ളിൽ കാണും, കോശങ്ങൾക്കിടയിൽ കാണും, അവയവങ്ങളിലും മസിലുകളിലും വേണം. ശരീരഭാരത്തിന്റെ ഏകദേശം 50% തൊട്ട് 65% വരെ വെള്ളമാണ് ആകുന്നത് കേട്ടോ. ബോഡി വാട്ടർ. ശരീരത്തിലെ മൊത്തം വെള്ളത്തിന്റെ അളവ് കുറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഒന്നാമത് വെള്ളം കുറച്ച് കുടിക്കുന്നത് വെള്ളം കുറയാനുള്ള കാരണമാകും. അമിത വിയർപ്പ് വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ വെള്ളം നഷ്ടപ്പെടും. വ്യായാമം കഴിഞ്ഞുള്ള ഡീഹൈഡ്രേഷൻ വരുമ്പോഴും വെള്ളം കുറയും. ജങ്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അമിത ഉപ്പ്, ഇതൊക്കെ വെള്ളത്തെ കുറയ്ക്കും. അപ്പോൾ വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ട് നല്ലതുപോലെ വെള്ളം കുടിക്കുക,
പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക, സ്ഥിരമായ വ്യായാമം, ചൂടിൽ കൂടുതൽ സമയം ഒഴിവാക്കണം. ഓക്കെ. എന്താണ് ബോൺ മാസ്? ബോൺ മാസ് എന്നത് ശരീരത്തിലെ അസ്ഥികളുടെ മൊത്തം ധാതുക്കളുടെയും അസ്ഥികളുടെ ഭാരത്തിന്റെ അളവിനെയാണ് പറയുന്നത് ബോൺ മാസ് കേട്ടാ. അപ്പൊ ശരീരത്തിലെ മൊത്തം അസ്ഥികളുടെ ഭാരത്തിനെയാണ് ബോൺ മാസ് എന്ന് പറയുന്നത്. ബോൺ മാസിന്റെ പ്രവർത്തനങ്ങൾ: ശരീരത്തിന് ആകൃതി നൽകുന്നു, ശരീരഭാരം താങ്ങി നിർത്തുന്നു, പ്രധാന അവയവങ്ങളെ സംരക്ഷിക്കുന്നു, നടക്കാനും ചലിക്കാനും സഹായിക്കുന്നു, രക്തകോശ നിർമ്മാണത്തിന് സഹായിക്കുന്നു. കാൽസ്യം സമ്പുഷ്ടമായ ആഹാരം, വ്യായാമം, സൂര്യപ്രകാശം എന്നിവയിലൂടെ ബോൺ മാസ് നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. സാധാരണ ബോൺ മാസിന്റെ അളവ് പുരുഷന്മാർക്ക് 2.5 തൊട്ട് 3.5 കിലോ വരെ ആവാം. സ്ത്രീകൾക്ക് 1.8 തൊട്ട് 2.8 കിലോ വരെ ആവാം കേട്ടോ. ബോൺ മാസ് കുറയാൻ കാരണങ്ങൾ കാൽസ്യം, വൈറ്റമിൻ ഡിയുടെ കുറവ്. വൈറ്റമിൻ ഡി നമ്മൾ രാജൻ സാർ പറഞ്ഞ പോലെ രാവിലെ അഭിമുഖമായിട്ട് ഇരുന്നിട്ട് സൂര്യപ്രകാശം കൊള്ളുക. അതുപോലെ തന്നെ വ്യായാമക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ ബോൺ മാസ് കുറയും. അതുപോലെ പ്രായം കൂടുന്തോറും ബോൺ മാസിൻ്റെ ഇത് കുറയും. പുകവലി, മദ്യപാനം, പിന്നെ ഹോർമോണിലുള്ള മാറ്റങ്ങൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ബോൺ മാസ് കുറയും കേട്ടോ. കാൽസ്യം അടങ്ങിയ ഭക്ഷണം നല്ലോണം കഴിക്കുക എല്ലാവരും. സൂര്യൻ അഭിമുഖമായിട്ടൊന്ന് സൂര്യ നമസ്കാരമോ മറ്റ് എക്സർസൈസുകളൊക്കെ ചെയ്യുക. അപ്പോൾ വൈറ്റമിൻ ഡി ധാരാളം കിട്ടും. പിന്നെ ജിമ്മിലൊക്കെ പോയി എക്സർസൈസ് ഒക്കെ ചെയ്യുക. പ്രോട്ടീനുള്ള ഭക്ഷണം നല്ലതുപോലെ കഴിക്കുക. ഈ പടത്തിൽ കാണുന്ന ഭക്ഷണം കഴിക്കേണ്ട. നിങ്ങൾ അതിനകത്ത് മീനും ഇറച്ചിയൊക്കെ വെച്ചിട്ടുണ്ട്, അതൊന്നും കഴിക്കണ്ട. ഇതിന് പകരം നമ്മുടെ ഗുഡ്ഡോട്ടിൻ്റെ ഉൽപ്പന്നങ്ങൾ, നമ്മുടേതായ ഉൽപ്പന്നങ്ങളൊക്കെ കഴിക്കുക. പിന്നെ പുകവലി ഉള്ളവരുണ്ടെങ്കിൽ പുകവലി ഒഴിവാക്കുക. ഓക്കെ. എന്താണ് പ്രോട്ടീൻ? പ്രോട്ടീൻ എന്ന് പറയുന്നത് ശരീരത്തിന്റെ വളർച്ചയ്ക്കും മസിലുകളുടെ നിർമ്മാണത്തിനും ആവശ്യമായ പ്രധാന ഘടകമാണ്. പ്രോട്ടീൻ ശരീരത്തിലെ ഓരോ കോശത്തിന്റെയും നിർമ്മാണത്തിനും പുനർനിർമ്മാണത്തിനും പ്രധാന പങ്ക് വഹിക്കുന്നു. പ്രോട്ടീന്റെ പ്രധാന പ്രവർത്തനങ്ങൾ: മസിലുകൾ വളരാൻ സഹായിക്കുന്നു, ശരീരത്തിലെ കേടായ കോശങ്ങൾ പുതുക്കുന്നു, ശരീരത്തിന് ഊർജം നൽകുന്നു, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, അസ്ഥികളുടെയും ത്വക്കിന്റെയും ആരോഗ്യം കൃത്യമാക്കുന്നു, ഹോർമോൺ എൻസൈം നിർമ്മാണത്തിന് സഹായിക്കുന്നു. ദിവസം വേണ്ടത്ര പ്രോട്ടീൻ ലഭ്യമാക്കുക. നമുക്ക് നോക്കാം എത്ര പ്രോട്ടീൻ വേണമെന്നുള്ളത്. പ്രോട്ടീൻ കുറവിന്റെ ലക്ഷണങ്ങൾ: മസിൽ ബലം കുറയും, ക്ഷീണം, മുടി കൊഴിച്ചിൽ, ശരീരം ദുർബലമാവും, വളർച്ച കുറയും. അപ്പോൾ ഒരു ശരീരഭാരത്തിന്റെ 1 കിലോ തൂക്കമുള്ള ഒരാൾക്ക് 1 ഗ്രാം പ്രോട്ടീൻ വേണം. ഒരു മനുഷ്യന് എത്ര വെയിറ്റ് ഉണ്ടോ അത്രയും ഗ്രാം പ്രോട്ടീൻ വേണം ഒരു ദിവസം കേട്ടോ. അപ്പോൾ പ്രോട്ടീൻ ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ? മസിലുകൾക്ക് ബലം കുറയും, ക്ഷീണം, മുടി കൊഴിച്ചിലുണ്ടാവും, ശരീരം ദുർബലമാവും, വളർച്ചയൊക്കെ കുറയും. അപ്പം നമ്മളുടെ പ്രോട്ടീനൊക്കെ ഏതൊക്കെ കഴിക്കണം, എങ്ങനെയൊക്കെ കഴിക്കണം എന്നുള്ളത് നമ്മുടെ ന്യൂട്രീഷൻ കൗൺസിലേഴ്സായിട്ട് കണ്ട് അത് ആവശ്യത്തിന് കഴിക്കുക. ഓക്കെ. ഇതിനകത്ത് പ്രോട്ടീൻ ലഭിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. പയറുവർഗ്ഗങ്ങളൊക്കെ, സോയ, കടല, നട്ട്സ്, ബദാം, പയറുവർഗ്ഗങ്ങൾ. മീനും കോഴിയൊന്നും കഴിക്കണ്ട. പാലൊക്കെ നല്ല ശുദ്ധമായ പാലുണ്ടെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ കഴിക്കുക. ഓക്കെ. എന്താണ് BMR? ബേസൽ മെറ്റബോളിക് റേറ്റ്. ശരീരം പൂർണ്ണ വിശ്രമാവസ്ഥയിൽ ഇരിക്കുമ്പോൾ പോലും ജീവൻ നിലനിർത്താൻ ആവശ്യമായ കുറഞ്ഞ ഊർജത്തിന്റെ അളവിനെയാണ് BMR എന്ന് പറയുന്നത്. നമ്മൾ ഉറങ്ങുമ്പോഴൊക്കെ ശരീരം പ്രവർത്തിക്കണം. ആ സമയത്തുള്ള പ്രവർത്തനത്തിന്റെ ആ കലോറി, ആ ഊർജത്തിന്റെ അളവിനെയാണ് BMR എന്ന് പറയുന്നത് കേട്ടോ. ഹൃദയമിടിപ്പ്,
ശ്വാസോച്ഛ്വാസം, മസ്തിഷ്ക പ്രവർത്തനം, ശരീരത്തിന്റെ താപന നിയന്ത്രണം, രക്തചംക്രമണം, ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ വിശ്രമാവസ്ഥയിൽ ഇരിക്കുമ്പോൾ അതിനൊരു ഊർജം വേണം, ഒരു കറണ്ട് വേണം. അപ്പൊ അതിനെ പറയുന്ന പേരാണ് BMR കേട്ടാ. BMR എത്ര വേണം? BMR പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ 1400 തൊട്ട് 2000 കലോറി വരെ വേണം കേട്ടാ. പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ 1400 തൊട്ട് 2000 കലോറി വരെ വേണം. സ്ത്രീകൾക്കാണെങ്കിൽ 1200 തൊട്ട് 1700 കലോറി വരെ വേണം. BMR കുറവായി കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടാവും, മെറ്റബോളിസം മന്ദഗതിയിലാവും, ഭാരമൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടത് നല്ലോണം എക്സർസൈസ് ചെയ്യുക, അതുപോലെ മതിയായ വെള്ളം കുടിക്കുക, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ BMR നമുക്ക് ലഭിക്കും. അടുത്തത് മെറ്റാബോളിക് ഏജ്. മെറ്റാബോളിക് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന്റെ മെറ്റാബോളിസം സാധാരണ പ്രായക്കാരന്റെ ശരീരവുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്ര വയസ്സ് എന്ന പോലെ കാണിക്കുന്ന അളവാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ മെറ്റാബോളിസം ഒരു സാധാരണ പ്രായക്കാരന്റെ ശരീരവുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്ര വയസ്സ് പോലെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ യഥാർത്ഥ പ്രായം 40 വയസ്സാണെങ്കിൽ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ 30 വയസ്സ് തോന്നിക്കുകയാണെങ്കിൽ അത് കൃത്യമായ മെറ്റാബോളിക് ഏജ് ആണ്. അതല്ല, യഥാർത്ഥ പ്രായം 30 വയസ്സാണെന്നുണ്ടെങ്കിൽ 45 വയസ്സായിട്ട് തോന്നുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് പോരായ്മകളുണ്ട് എന്ന് കാണിക്കും കേട്ടോ. അപ്പൊ അതിനെന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായി നല്ല രീതിയിലുള്ള ഭക്ഷണം, സ്ഥിരമായ വ്യായാമം, നല്ല എക്സർസൈസ്, ഈ ജിമ്മിലൊക്കെ പോയി നല്ല ഉറക്കം പ്രധാനമാണ് കേട്ടോ. അതുപോലെ തന്നെ വെള്ളം പ്രധാനമാണ്. ജങ്ക് ഫുഡ് നിർബന്ധമായിട്ട് ഒഴിവാക്കണം. ആരെങ്കിലും കഴിക്കണമെങ്കിൽ ദിവസവും നടക്കണം, നല്ലതുപോലെ നടക്കുക. നടക്കാനുള്ള വഴികളൊക്കെ അറിയാമല്ലോ. അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു ബോഡി സ്കാനറിലെ ചാർട്ട്. ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തന്നെയും അതൊന്ന് ചിത്രത്തിന്റെ സഹായത്തോടു കൂടി ഒന്ന് ഒരു ഇത് തന്നുള്ളൊരു ചിലപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഒരു അറിവ് കിട്ടിക്കാണാം. ഇനി സ്വന്തമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീട്ടില് ബോഡി സ്കാനർ ഇല്ലാത്തവർ ഇത്രയും പെട്ടെന്ന് ബോഡി സ്കാനറൊക്കെ മേടിച്ചിട്ട് സ്വയം ഈ കാര്യങ്ങൾ നമ്മുടെ ശരീരം ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതാണ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഭാഗം 2 തുടരും. ജയാർത്തി. സാറേ സ്ക്രീൻ ഷെയർ ഓഫ് ചെയ്യട്ടെ. ഓക്കെ സാർ, ഓക്കെ, സൂപ്പർ, അടിപൊളി, വാവ്. എന്തായാലും ഇത്രയും നല്ലൊരു പ്രസന്റേഷൻ ശരിക്കും പറഞ്ഞ ന്യൂട്രിചാർജ് പോലും ഇതുപോലെ സ്ലൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഇതുവരെ കാണിച്ചിട്ടില്ല. സത്യത്തിൽ നമുക്കിത് കുറച്ച് സമയം കൂടുതലെടുത്ത് കേൾക്കേണ്ട അല്ലെങ്കിൽ അറിയേണ്ട, പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ശരിക്കും ഒരുപാട് സാറത് പറയുന്നതിനനുസരിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ നോട്ട് ചെയ്തു. കാരണം ഒരു ബോഡി സ്കാൻ കൊണ്ട് നമ്മൾ ഒരാളുടെ അടുത്ത് പോകുമ്പോൾ എങ്ങനെ അത് ഞാൻ ശരിക്കും അത് നോട്ട് ചെയ്തു. ഒരു 3-4 പേജ് ഞാൻ നോട്ട് ചെയ്തു. ഇത്രയും ഇൻ ഡെപ്ത്, അതായത് ഒരു ബോഡി സ്കാനറിനെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ, ആ ഒരു ബോഡി സ്കാനർ ഇനി ഈ ബോഡി സ്കാനർ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും നമ്മൾക്ക് അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ. ഇപ്പൊ നമ്മളൊരു ബോഡി സ്കാൻ എടുത്തു, അതിന്റെ BMI എന്താണ്, അല്ലെങ്കിൽ ഇത് എന്താണ് സ്കെൽറ്റൽ മസിൽ റേഷ്യോ എന്താണെന്ന് കാണിക്കുമ്പോൾ അതിനെ വ്യക്തമായി ഒരാളിന്റെ മനസ്സിലേക്ക് ആ സ്കെൽറ്റൽ മസിൽ റേഷ്യോ, അതായത് നടക്കാൻ, അത് എങ്ങനെ ഉണ്ടാക്കാം? നടക്കണം, ഓടണം, ഭാരമെടുക്കാൻ, ശരീരത്തിന്റെ എന്താ പറയാ, അതായത് ചലനശേഷി, ശരീരത്തിന്റെ രൂപഭംഗി, ഇതൊക്കെ മെറ്റാബോളിസത്തിലൂടെയാണ് ഉണ്ടാകേണ്ടത് എന്ന് പറയുമ്പോൾ അത് വർദ്ധിപ്പിക്കാൻ മതിയായ പ്രോട്ടീൻ വേണം,
സ്ട്രെങ്ത് ഉള്ള ട്രെയിനിങ് വേണം, നല്ല ഉറക്കം വേണം, മതിയായ വെള്ളം കുടിക്കണം, സ്ഥിരമായ വ്യായാമം ചെയ്യണം, ബാലൻസ് ഫുഡ്. ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളിലുള്ള അറിവ്, ഒരു ശരീരത്തിനെ കുറിച്ചുള്ള അറിവ് ഇത്രത്തോളം ഇദ്ദേഹത്തിനുണ്ടോ, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ, എനിക്ക് ഇതിന്റെ ആവശ്യമുണ്ടല്ലോ എന്ന് വ്യക്തത വരുത്താനായിട്ട് ബോഡി സ്കാനർ അല്ലെങ്കിൽ നമ്മുടെ എക്സസൈസ് ശരീരത്തെ ശരിയായി നയിക്കേണ്ടത് വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് ഇത് ആവശ്യമാണ്. എന്താവശ്യമാണ്? പോഷകങ്ങൾ ആവശ്യമാണ്, ന്യൂട്രീഷൻ സപ്ലിമെന്റ് ആവശ്യമാണ് എന്ന് ഒരു വ്യക്തിയെ തിരിച്ചറിയിപ്പിക്കാൻ വളരെ വളരെ നോളജാണ് ശരിക്കും ഇന്ന് സുരേഷ് സാർ നമുക്ക് തന്നത്. ഞാൻ പറയുന്നത് വളരെ പതിയെ പതിയെ ഇനിയും ഇതിനെ ഒന്നുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പൊ സാറിനെ ഇനിയും ഇതുപോലെ ഒരു നമുക്ക് സോൺ പ്രോഗ്രാമിൽ പതിയെ കുറച്ച് സ്ലോ ആയിട്ട് എല്ലാവർക്കും കുറച്ച് എഴുതിയെടുക്കാവുന്ന രീതിയിൽ ഇനിയും നമുക്ക് ഒരു പ്രാവശ്യം കൂടി സാറിനെ, ഒരു പ്രാവശ്യമല്ല, നമുക്ക് പല സ്ഥലത്തും അല്ലെങ്കിൽ സ്ലൈഡ് എടുത്തും നമുക്ക് ചെയ്യാൻ സാധിക്കണം. താങ്ക് യു സാർ, താങ്ക് യു സുരേഷ് സാർ. ഏറ്റവും നല്ല പ്രസന്റേഷൻ സാറ്. വളരെ നല്ല രീതിയിൽ, എന്താ പറയാ, ഇതിനെ പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. കാരണം എന്താ പറയുക, ഞങ്ങൾക്ക് ഈ സ്ലൈഡില് കണ്ണ് അവിടെ ഇവിടെ ഓടിയെത്താണ്ടായിരുന്നില്ല. അപ്പൊ അതുപോലെ ഓരോ സാധനങ്ങളും എങ്ങനെയാണെന്ന് വേണ്ടതെന്ന് സാറ് വ്യക്തതയോടെ എല്ലാം കാണിച്ചു. പക്ഷെ സമയപരിമിതി കൊണ്ട് നമ്മൾ അതിനെ ഓടിച്ചു പോയി എന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ ഇനിയും നമുക്ക് പതിയെ സ്ലൈഡിന് എന്താണ് സ്കെലറ്റൽ മസിൽ റേഷ്യോ, എന്താണ് ഫാറ്റ്, എന്താണ് BMI, ഇങ്ങനെ പതിയെ പതിയെ നമുക്ക് സ്ലൈഡിനെ വീണ്ടും കാണണം. അപ്പോ ഇത്രയും നല്ല ഒരു സെക്ഷൻ നമുക്ക് നൽകിയ സുരേഷ് സാറിന് ഏറ്റവും നല്ല അഭിനന്ദനങ്ങൾ. നമുക്കും ഇതുപോലെ ബോഡി സ്കാനറിനെ ഉപയോഗിക്കാൻ പഠിക്കാൻ കഴിഞ്ഞാൽ, ഈ ഒരു കാര്യം നമ്മൾ ബോഡി സ്കാനർ ഉപയോഗിച്ച് ഒരാളെ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ തന്നെയല്ല, ഇത് നമുക്കും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പൊ അത് ഒരുപാട് എന്താണ് വിസറൽ ഫാറ്റ് എന്താണ്, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷണൽ ഫാറ്റ് എന്താണ്, അതിനെന്താണ് വേണ്ടത്, എന്തുകൊണ്ടാണ് കുറയുന്നത്, എന്താണ് കഴിക്കേണ്ടത്, ഇവിടെയൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ എല്ലാം പറയുന്നത്, അതായത് എക്സസൈസ് വേണം, നടക്കണം, പ്രോട്ടീൻ വേണം, വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ ജങ്ക് ഫുഡ് ഒഴിവാക്കണം. ജങ്ക് ഫുഡിലൂടെ വെള്ളം കുറയുന്നു. ഞാൻ ശരിക്കും ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ വെള്ളം കുറയാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലെ വെള്ളം കുടിക്കാനുള്ള ആഗിരണം കുറയുന്നു ഇന്നാണ് എനിക്ക് ബോധ്യം വന്നത്. ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വെള്ളം കുറയും. നമ്മുടെ ശരീരത്തിൽ അതിനൊരു കാരണമായിട്ട് മാറും. ശരിക്കും നമ്മുടെ ശരീരങ്ങളിൽ വെള്ളം കുറവിന്റെ കാരണം നമുക്ക് തിരിച്ചറിയാം. എന്തുകൊണ്ടാണ് എന്റെ ശരീരത്തിൽ വെള്ളം കുറയുന്നത്? അതായത് ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ജങ്ക് ഫുഡ് എന്റെ ഉള്ളിൽ പോകുന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിന്റെ അളവിനെ കുറയ്ക്കും. അപ്പൊ കുട്ടികളിലും ആളുകളിലും ജങ്ക് ഫുഡ് കഴിക്കുന്ന ഏറ്റവും വലിയ രീതിയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അവര് നമുക്ക് ബോധ്യപ്പെടുത്താനും ബോഡി സ്കാനർ നമുക്ക് ഉപകാരപ്പെടും. അപ്പൊ താങ്ക് യു സാർ, താങ്ക് യു. ഒരുപാട് അറിവുകൾ തന്ന നമ്മുടെ സുരേഷ് സാറിന് നമുക്ക് എല്ലാവർക്കും നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം.